ചത്തപത്രത്തിലേക്ക് സ്വാഗതം. വൈകുന്നേരം 4-ന് പൊട്ടക്കിണറ്റിൽ നിന്നും കണ്ടെത്തിയ പൊടി തിരിച്ചറിഞ്ഞു. ആ പരിസരത്തെ കുണ്ടാമണ്ടി ജാനുവിന്റേതാണെന്നും പോലീസുകാർ സ്ഥിരീകരിച്ചു. പൊട്ടക്കിണറ്റിന്റെ അരികിലേക്ക് വിസ്തരിക്കാനായി പോലീസുകാർ പ്രതിയെ എത്തിച്ചു. ആത്മഹത്യയാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പ്രതിയെ വിസ്തരിക്കുന്നത്? ഞങ്ങൾക്ക് പണിയും ദൂരമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിയെ വിസ്തരിക്കുന്നത്. വെറുതെ ശമ്പളം വാങ്ങുന്നതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഈ കേസ് കൊലപാതകം ആക്കും. ഞങ്ങൾ ഗവൺമെന്റ് അങ്ങനെയാണ്, അതൊക്കെ ആക്കും. പട്ടിയുടെ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. കിണറ്റിൽ 90 കിലോയിൽ അധികം വരുന്ന ഒരു പീസ് കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. പോലീസിന്റെ അന്വേഷണത്തിൽ അത് കൊലപാതകമല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രശസ്ത പാമ്പ് പിടുത്തക്കാരൻ പീരാമേട് പീതാംബരൻ ഇന്നലെ ഹൃദയാഘാതം കൊണ്ട് മരണമടഞ്ഞു. മണ്ണ് വെട്ടുന്നതിനിടെ മണ്ണിരയെ കണ്ട് പേടിച്ചാണ് ഹൃദയാഘാതം. പാലക്കാട് പറക്കുന്ന പ്രദേശമായ കുള്ളനരിക്കൂട്ടം എന്ന ടീം യുവാക്കൾ ബലൂണേറും മുട്ടയേറും കൊണ്ട് ഞായറാഴ്ച ഉത്സവമാക്കി. പാലക്കാട് പറക്കുന്നം കുള്ളനരിക്കൂട്ടം എന്ന ഒരു സംഘം യുവാക്കളാണ് ബലൂണേറുകൊണ്ട് ഞായറാഴ്ച ഉത്സവമാക്കിയത്. റബ്ബർ ബലൂണിൽ വെള്ളം നിറച്ചാണ് ഏറ്. കുടിവെള്ളക്ഷാമം മനസ്സിലാക്കിക്കൊണ്ടാണ് ബലൂണേറ് തുടങ്ങിയത്. റോഡ് പൈപ്പിൽ കുടങ്ങൾ നിറഞ്ഞു പോകുന്നത് കാണാൻ കഴിയാത്ത സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണത്രേ ബലൂണേറ് തുടങ്ങിയത്. പത്തടി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി അരക്കോണം റഷീദ് ഗിന്നസിൽ ഇടം നേടി. വൈകിട്ട് 4:30-ക്കാണ് ഖബറടക്കം. ഗിന്നസിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മേലെ കയറുന്നത്. ഇതിന്ന് ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഞാൻ ചാടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല ഗിന്നസിൽ പേര് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് ഒരു സ്വാമി പറഞ്ഞിരുന്നു. അതുപോലെ ഞാൻ കയറി ചാടാൻ പോകുകയാണ്. സ്വാമിയുടെ വാക്കുകൾ ഫലിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയ യുവാവ് അന്തരിച്ചു. ഗിന്നസ് ബുക്കിൽ പേരെടുക്കാനായിരുന്നു യുവാവ് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയത്. ഗിന്നസ് ബുക്കിൽ പേരെടുത്തതോടെ ഇന്ന് 4:30-യാണ് ശവസംസ്കാരം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും രക്തത്തിന് ബ്ലഡിന് പോലും വളരെ ക്ഷാമമാണ്. പക്ഷെ യുവാവിന്റെ വായിൽ നിന്നും ഒരുപാട് രക്തമാണ് തെറിച്ചു വീണത്. ശരീരം പോലീസുകാർ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നാട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് കയ്യും കാലും വരില്ല. രക്തം കണ്ടതും പോലീസുകാർ തലകറങ്ങി വീഴുകയാണ് ഉണ്ടായിരുന്നത്. 3 തവണ കേരളത്തിൽ വെയ്റ്റ് ലിഫ്റ്റ് ചാമ്പ്യനായ പോക്കവായൻ ഷമീർ ഇന്നലെ കുറ്റിപ്പുട്ട് തലയിൽ വീണ് മരണമടഞ്ഞു. ആര് ഭരിച്ചാലും തന്നെ നാം നന്നാവില്ല എന്ന് ക്രിസൻ ലയൻ നാട്ടുകാർക്ക് ഭീഷണിയായി. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഇതിനുള്ളിൽ വാഹനം കയറുന്നത്. ചാലും റോഡും വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഭീഷണിയാണ്. ചാലിന് പുറമെ റോഡുകളിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ കെട്ടിടം പോലും ഭീഷണി തന്നെ. പന്നിപ്പനി, ഡെങ്കിപ്പനി എന്നിവ നാട്ടിൽ കൂടുതലാണെങ്കിൽ പോലും കെട്ടി നിൽക്കുന്ന വെള്ളത്തിനും പൊട്ടി നിൽക്കുന്ന സ്ലാപ്പിനും കുറവില്ല തന്നെ. ലോട്ടറി വിൽപ്പനക്കാരനായ ആക്രിമുട്ട അനീഷിന്റെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടു. വെള്ളിയാഴ്ച നടന്ന ബൈക്ക് അപകടത്തിലാണ് പല്ലുകൾ നഷ്ടപ്പെട്ടത്. പല്ല് കണ്ടുകിട്ടുന്നവർക്ക് 50 പൈസ വീതം തരുമെന്നും അനീഷ് പറഞ്ഞു.
കണ്ടുകിട്ടുന്നവർ www.palluboy.com അറിയിക്കുക. കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: ചട്ടപത്രം, ടു ദ പ്രൊഡ്യൂസർ, പുള്ളനരിക്കൂട്ടം, ക്രിസൻ ലൈൻ, പറക്കുന്നം, പാലക്കാട്, എർത്ത്, ഗാലക്സി, വേൾഡ്. പത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും അടുത്ത വെള്ളിയാഴ്ച ചലിക്കുന്ന കണ്ണും തുടിക്കുന്ന വാർത്തകളുമായി നിങ്ങളുടെ